ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 മാർച്ച് 5 ബുധനാഴ്ച, ഷഷ്ടിയാണ്. ഷഷ്ടി തിഥി ആരംഭിക്കുന്നത് മാർച്ച് 4 തീയതി ഉച്ച കഴിഞ്ഞ് 3:16 മുതൽ മാർച്ച് 5 തീയതി ഉച്ചയ്ക്ക് 12:51 വരെയാണ്. അതുകൊണ്ട് തന്നെ ശുക്ലപക്ഷ ഷഷ്ടിയായി നമ്മൾ ആചരിക്കുന്നത് മാർച്ച് 5 തീയതി ബുധനാഴ്ചയാണ്. എന്തിനാണ് നമ്മൾ ഷഷ്ടിവ്രതം എടുക്കുന്നത്? വേലായുധ സ്വാമിയുടെ അപാരമായ അനുഗ്രഹം നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ കുട്ടികൾക്കുമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷഷ്ടിവ്രതം എടുക്കുന്നത്. കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഷഷ്ടിവ്രതം എടുക്കുന്നത്. വേലായുധ സ്വാമിയെ നിർബന്ധമായും നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അദ്ദേഹം മഹാജ്യോതിഷിയാണ്. നമ്മുടെ തലയിലെഴുത്തു പോലും മാറ്റി എഴുതാൻ പ്രാപ്തിയുള്ള ദൈവമാണ് വേലായുധ സ്വാമി. അതുകൊണ്ട് തന്നെ വേലായുധ സ്വാമിയെ സ്ഥിരമായി ദുരിതങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന എല്ലാവരും തന്നെ നിർബന്ധമായും പ്രാർത്ഥിക്കേണ്ടുന്നതാണ്. കാരണം നമ്മൾ പറയും, വർഷങ്ങളായി ഞാനിങ്ങനെ ഈ തീരാ ദുരിതത്തിൽ ജീവിക്കുന്നു, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് യാതൊരു നിശ്ചയവുമില്ല, അറിഞ്ഞുകൊണ്ട് ഞാൻ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, പക്ഷേ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ ഈ ദുരിതങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നു, എന്തൊക്കെ വഴിപാടുകൾ നടത്തിയിട്ടും എന്തൊക്കെ പ്രാർത്ഥനകൾ ചെയ്തിട്ടും എനിക്ക് ഈ ബുദ്ധിമുട്ടിൽ നിന്നും തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനായിട്ട് സാധിക്കുന്നില്ല എന്ന് ധാരാളം ആളുകൾ പരാതി പറയും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വ്രതമാണ് ഷഷ്ടിവ്രതം. അവർ നിത്യവും വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ഈ അനുഭവിക്കുന്ന നമ്മുടെ ജീവിത ദുരിതങ്ങൾക്കെല്ലാം കാരണം നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത പാപങ്ങളല്ല, കൂടുതലായിട്ടും മുൻ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പാപങ്ങളുടെ ഫലമാണ് പലപ്പോഴും ഒരു തീരാ ദുരിതമായി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മുടെ പാപങ്ങളിൽ നിന്നുമൊക്കെ ഒരു മോചനം ലഭിക്കുന്നതിനായി സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് വേലായുധ സ്വാമിയെ എല്ലാ മാസവും ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കുകയും അതുകൂടാതെ നിത്യവും നമ്മുടെ നാമജപത്തിൽ വേലായുധ സ്വാമിയെ ഉൾപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രാർത്ഥന നല്ലതിനായിരിക്കണം എന്ന് മാത്രം. മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതിന് വേണ്ടി യാതൊരു കാരണവശാലും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരാൾ നമ്മളെ നിരന്തരം വിഷമിപ്പിക്കുന്നു എന്ന് കരുതുക. ഒരാൾ കാരണം നമുക്ക് അങ്ങ് വലിയ ദുഃഖങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് കരുതുക. അതല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ നമ്മളെ ഇങ്ങനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വേലായുധ സ്വാമിയോട്, ഭഗവാനെ എനിക്ക് മനസമാധാനം തരണമേ, എനിക്ക് നന്നായി ജീവിക്കാൻ സാധിക്കണമേ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാറ്റിത്തരയണമേ എന്ന് പറയുന്നതല്ലാതെ ഇന്ന ആളുകൾക്ക് ഒരു ശിക്ഷ കൊടുക്കണമേ എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മുടെ കാര്യങ്ങൾ മാത്രം നമ്മൾ പറയുക. അപ്പോൾ ഭഗവാൻ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഒരു പോംവഴി കണ്ടെത്തിത്തരും. അവർ ചെയ്തെന്ന തെറ്റിന് ഫലം തീർച്ചയായിട്ടും അവരനുഭവിച്ചു കൊള്ളും. നമ്മളായി അവരുടെ കാര്യം യാതൊരു കാരണവശാലും ഭഗവാനോട് പറയാൻ പോകണ്ട. അങ്ങനെ പറയരുത്. നമ്മുടെ കാര്യങ്ങൾ മാത്രം ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ഭഗവാൻ അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. കാരണം സ്വാർത്ഥതയില്ലാതെ വേണം ഈശ്വരനെ പ്രാർത്ഥിക്കേണ്ടുന്നതായിട്ട്. വേലായുധ സ്വാമിയെ നാമം ജപിച്ച് പ്രാർത്ഥിക്കുക. ഓ മുരുകായ നമയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രമെന്ന് പറയുന്നത് ഓം ശരവണ ഭവായ നമ എന്നുള്ളതാണ്. അത് ജപിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ജപിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. അതുപോലെ നമ്മൾ ഷഷ്ടിവ്രതം എടുക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തലേ ദിവസം ഒരിക്കൽ ഉണ്ണുക, ഒരു നേരം അരിഭക്ഷണം, പിറ്റേ ദിവസം നമുക്ക് ഒരു നേരം ക്ഷേത്രത്തിൽ നിന്നും നേദിച്ചു കിട്ടുന്ന ചോറ്, അതായത് ഉണക്കലരിച്ചോറ് നമുക്ക് കഴിക്കാം.
ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ച് പച്ചരി വറ്റിച്ചിട്ട് അതല്ലെങ്കിൽ ഉണക്കലരി വേവിച്ചിട്ടൊക്കെ നമുക്ക് കഴിക്കാം. അത് അല്പം മുളകൊക്കെ കൂട്ടി നമുക്ക് എന്ത് ചെയ്യാം, കഴിക്കാം. അതിൽ യാതൊരു ദോഷവുമില്ല. അത് ഉച്ചയ്ക്ക് വേണമെങ്കിൽ കഴിക്കാം, അതല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. ബാക്കി സമയങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് ഉപവസിക്കാം. അതായത് രാവിലെയും വൈകുന്നേരവും വേണമെങ്കിൽ നമുക്ക് ഉപവസിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പഴങ്ങൾ കഴിച്ചിട്ട് ഇരിക്കാം. ചെറിയ പഴം നമുക്ക് കഴിക്കാം, പിന്നെ ആപ്പിള്, ഓറഞ്ച്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. അതിൽ യാതൊരു ദോഷവുമില്ല. ഇനി ഗർഭിണികൾ, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവർ, വൃദ്ധർ, ഇങ്ങനെയൊക്കെ മരുന്ന് കണ്ടമാനം കഴിക്കുന്നവർ, അവരൊക്കെ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി കഴിച്ചോളൂ. അതിലൊന്നും യാതൊരു ദോഷവുമില്ല. കാരണം പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഭക്ഷണങ്ങളിൽ നമ്മൾ നിയന്ത്രണം പാലിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരു ആത്മനിയന്ത്രണം ഉണ്ടാക്കുന്ന ദിവസങ്ങളാണ് വ്രത ദിവസങ്ങൾ. ചിലപ്പോൾ ഒരു നേരം നമ്മുടെ ജീവിതത്തിൽ ആഹാരം കിട്ടിയില്ലെങ്കിലും ആഹാരം കഴിക്കാതെ ഇരുന്ന് നമുക്ക് എന്ത് വേണം, ഒരു ശീലമുണ്ടാകണം. അതല്ലാതെ ആഹാരം കിട്ടിയില്ല എന്ന് കരുതി വയലൻ്റ് ആകുന്ന ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നേരം അല്പം ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് സമയം താമസിച്ചു, അതുകൊണ്ട് വലിയ പ്രശ്നം, വീട്ടിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. വന്ന് കയറിയ ഉടനെ തന്നെ ആഹാരം കിട്ടിയില്ല, അതിൻ്റെ പേരിൽ കലഹം. അതുപോലെ രുചികരമായ ഭക്ഷണം കിട്ടുന്നില്ല, ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് പലരും വഴക്കുണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും പാടില്ല നമ്മുടെ ജീവിതത്തിൽ. നാളെ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്കൊരു നിശ്ചയമില്ല. എന്ത് സംഭവിക്കുമെന്ന് ആരുടെയും കയ്യിലല്ല കാര്യങ്ങളൊക്കെ. അപ്പം നാളെ ഒരു നേരം നമുക്ക് ആഹാരം കഴിക്കാൻ കിട്ടിയില്ലെങ്കിലും ആ അവസ്ഥ നമ്മുടെ മനസ്സിനും ശരീരത്തിനും സഹിക്കുവാൻ ഉള്ള ശേഷി എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വ്രതങ്ങളൊക്കെ എടുത്തു ശീലിക്കണം എന്ന് പറയുന്നത്. ചില മനുഷ്യർ 3 നേരവും വിഭവസമൃദ്ധമായിട്ട് കഴിക്കും. അപ്പം അത് ഒന്ന് കുറയ്ക്കുക. ചിലർ ചോദിക്കും, ഈ അരിഭക്ഷണത്തിലാണോ ഈ വ്രതം ഇരിക്കുന്നത്? അരിഭക്ഷണം ഒഴികെ ബാക്കിയെല്ലാം കഴിക്കുന്നത് കൊണ്ട് ദോഷമില്ല, അപ്പോൾ അരിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, നമ്മൾ മലയാളികളാണ്. ഈ വ്രതത്തിലുള്ള നിഷ്ഠകളൊക്കെ ഇന്നോ ഇന്നലെയോ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളല്ല, പണ്ട് മുതലേ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളാണ്. അന്ന് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ ഗോതമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് എന്താണ്, 3 നേരവും അരിഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. രാവിലെ പുട്ടോ ഇഡ്ഡലിയോ ഒക്കെ കഴിക്കും, ഉച്ചയ്ക്ക് ചോറുണ്ണും, വൈകുന്നേരം കഞ്ഞി കുടിക്കും. അപ്പോൾ ഈ 3 നേരവും അരിഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് മലയാളികൾ. അട കഴിക്കും, കൊഴുക്കട്ട കഴിക്കും, ഇതൊക്കെയാണ് നമ്മുടെ പലഹാരങ്ങൾ. ഇപ്പോഴൊക്കെയല്ലേ ഈ പാസ്തയും മാഗിയും ഒക്കെ വന്നത്. അതുപോലെ ഈ റവയാണെങ്കിലും ഗോതമ്പാണെങ്കിലും മൈദയാണെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിൽ വിളയുന്ന കാര്യങ്ങളല്ലല്ലോ. ഇതൊക്കെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും കാലക്രമേണ നമ്മുടെ നാട്ടിലേക്ക് വന്ന കാര്യങ്ങളാണ്. അതിനുമൊക്കെ മുമ്പാണ് ഈ വ്രതനിഷ്ഠയൊക്കെ ഉണ്ടാക്കി വെച്ചത്. അപ്പം നമ്മൾ 3 നേരവും അരിഭക്ഷണം കഴിക്കുന്ന നമ്മൾ ആ ഒരു നിഷ്ഠയിൽ നിന്നും ഒരു മാറ്റം, കാരണം ഒരു നേരം നമുക്ക് കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യണം, നമുക്ക് നിലനിന്ന് പോകണം. ഇതിനെയൊക്കെ നിങ്ങളിങ്ങനെ പ്രാക്ടിക്കലായി കാണണം, എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത്. അതായത് അതല്ലാതെ നമ്മൾ ആഹാരം കഴിക്കുന്നത് കൊണ്ട് ഭഗവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. കാരണം നമ്മളെല്ലാവരും 4 നേരവും സുഭിക്ഷമായ ആഹാരം കഴിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കണമെന്നാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും എന്താണ്, ഭഗവാനെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാലും ദാരിദ്ര്യമുണ്ടാക്കല്ലേ, അന്നത്തിന് മുട്ടുണ്ടാക്കല്ലേ എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. കാരണം അതാണ് ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഒരു നേരം നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അതിജീവിക്കാനുള്ള ശേഷി നമുക്കുണ്ടാകണം. എല്ലാ കാര്യങ്ങളിലും എന്തുണ്ടാകണം, ഒരു ആത്മനിയന്ത്രണം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് മാസത്തിൽ 1-2 വ്രതങ്ങളൊക്കെ എടുക്കുമ്പം നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെയുള്ള ഒരു ശേഷി നമുക്കുണ്ടാക്കും. അതിനാണ് നമ്മൾ വ്രതങ്ങളൊക്കെ എടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ വ്രതമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ പ്രാർത്ഥിക്കുന്നതിലും കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പം അതും നമ്മുടെ ജീവിതത്തിൽ എന്താണ്, വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമ്മളെപ്പോഴും എന്തായിരിക്കണം, വിശ്വാസികളായിരിക്കണം. അതല്ലാതെ ഒരിക്കലും നമ്മൾ അന്ധവിശ്വാസികളാകരുത്. നമ്മുടെ
നമ്മുടെ ഹിന്ദുമതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതല്ലാതെ അന്ധമായിട്ട് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യരുത്, ഇങ്ങനെ നമ്മൾ വിശ്വസിക്കരുത്. ഇതിൻ്റെയൊക്കെ ശരിയായ ശാസ്ത്രീയമായ അർത്ഥം മനസ്സിലാക്കി ഇത് ഇന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് കൃത്യമായ മറുപടി എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കുകയും വേണം. അതല്ലാതെ എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യരുത്, ഒഴിഞ്ഞു മാറരുത്. അതുകൊണ്ട് കൃത്യമായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ വ്രതമെടുത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുക. പിറ്റേ ദിവസം, അതായത് ഷഷ്ഠി ദിവസത്തിൻ്റെ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് പ്രാർത്ഥിച്ച് തീർത്ഥം സേവിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പരമാവധി സമയം ഓം ശരവണ ഭവായ നമ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക. മുരുകക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. ഭഗവാന് മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഭഗവാന് നാരങ്ങാമാല സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഭഗവാന് അഭിഷേകം ചെയ്യുന്നത് അത് വളരെ വിശേഷമാണ്. നമുക്ക് യഥാശക്തി, നമ്മുടെ യഥാശക്തി എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യുക. അതല്ലെങ്കിൽ ഒരു വെറ്റിലയും അടക്കയും 1 രൂപ നാണയവും ഭഗവാന് ദക്ഷിണ വെച്ച് എന്ത് ചെയ്യുക, നമസ്കരിക്കുക. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഒരു വഴിപാട് നേർന്നു, ചിലരങ്ങനെ വഴിപാട് നേരും. പക്ഷേ വഴിപാട് നേർന്നിട്ട് നമുക്കത് മറന്നുപോയി, നമുക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ട്. ആ സമയത്തും നിങ്ങൾ എന്ത് ചെയ്യുക, ഭഗവാനെ ഒരു ദക്ഷിണ വെച്ച് നമസ്കരിച്ചിട്ട് ക്ഷമ പറയുക. ഭഗവാനെ എനിക്ക് ഇന്നതുപോലെ മറന്നു പോയിട്ടാണ്, ഇപ്പോൾ ഞാനത് ഓർക്കുന്നു, ഞാൻ ആ വഴിപാട് ഇപ്പോൾ ചെയ്തു കൊള്ളാം, അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഷഷ്ഠിയെപ്പറ്റി നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കാനായിട്ടുള്ളത്. എല്ലാ മനുഷ്യരും തന്നെ ഷഷ്ഠിവ്രതം എടുത്ത് പ്രാർത്ഥിക്കണം. ഇനി ഷഷ്ഠിവ്രതം എടുത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും അന്നേ ദിവസത്തെ പ്രാർത്ഥന, ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക, മുരുകദേവനെ നന്നായി പ്രാർത്ഥിക്കുക. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അന്നത്തെ ദിവസം ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കിയിട്ട് പ്രാർത്ഥിച്ചാലും മതി. അതല്ലാതെ പൂർണ്ണമായ വ്രതനിഷ്ഠയിൽ തന്നെ ഇരിക്കണം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമം. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് പ്രാർത്ഥന നടത്തുക. തീർച്ചയായിട്ടും നമ്മുടെ സന്തതി പരമ്പരകൾക്ക് ഭയങ്കരമായ അഭിവൃദ്ധി നമുക്കുണ്ടാക്കി തരും ഈ ഷഷ്ഠി ദിവസം ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക്. അത്ര ഫലമാണ്. അങ്ങനെ നമ്മുടെ സന്തതികൾ നന്നായാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിന് എന്തുണ്ടാകത്തുള്ളൂ, ശ്രേയസ് ഉണ്ടാകത്തുള്ളൂ. അതല്ലാതെ ഇപ്പം നമ്മുടെ മക്കളൊക്കെ നശിച്ച് ആ കഞ്ചാവ് അടിച്ച് കള്ളും കുടിച്ച് അതല്ലെങ്കിൽ വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഇനി നമ്മൾ എത്ര കേമന്മാരാണെന്ന് പറഞ്ഞിട്ടും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പം നമ്മുടെ സന്തതികളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യമുണ്ടാക്കി തരേണ്ടത്. അതുകൊണ്ട് അവർക്ക് ആഹാരം കൊടുക്കുന്നു, നമ്മൾ നല്ല വസ്ത്രം അവർക്ക് മേടിച്ചു കൊടുക്കുന്നു, നല്ല വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കുന്നു. അക്കൂട്ടത്തിൽ നമ്മൾ മാതാപിതാക്കൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പ്രാർത്ഥനയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് ഷഷ്ഠിവ്രതം എടുത്ത് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. നന്നായി പ്രാർത്ഥിക്കുക, എല്ലാവരും വ്രതമെടുക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.